ഹലോ, രമണീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രമണി പരമേശ്വരൻ. ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് സോയയും ഉരുളക്കിഴങ്ങും ചേർത്തൊരു മസാലയാണ്. ഇത് ഞാൻ ഫ്രൈഡ് റൈസിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് റൈസിനും ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും നന്നായി മാച്ചാകുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോയ മസാല ഉണ്ടാക്കുന്നതിനായി പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഒരുപാട് വഴന്ന് പോകേണ്ട ആവശ്യമില്ല. നന്നായി വാടി വന്നാലും മതി. സവാള ഒരു പകുതി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് പച്ചമണം മാറി കിട്ടണം. സവാള ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ എല്ലാം പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് 2 മീഡിയം സൈസ് തക്കാളി അരച്ച് ചേർക്കാം. അരച്ചതാണ്. ഇതിൻ്റെ കൂടി പച്ചമണം ഒന്ന് മാറി കിട്ടണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇനി മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. 2 മുളക് പൊടിയും മിക്സ് ചെയ്തതാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ്. അതിന് പച്ചമണം ഉണ്ടാകില്ല. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. അതിടാൻ മറന്നുപോയി. ഇതും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണം. വളരെ കുറച്ച് വെള്ളം മതിയാകും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. മസാലയൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സോയ ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടുവെള്ളമായിരുന്നു ഒഴിച്ചിരുന്നത്. മസാല തിളച്ച് വന്നിട്ടുണ്ട്. സോയ ഇട്ട് കൊടുക്കാം. ഞാനൊരു 75 ഗ്രാം സോയയാണ് എടുത്തിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ, ഇത് വേവിച്ചെടുത്തതാണ്, കഷ്ണങ്ങളാക്കിയത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോയയും ഉരുളക്കിഴങ്ങും നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല. ഉപ്പെല്ലാം പാകത്തിനാണ്. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. നോക്കാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണമാണ് വരുന്നത്. കറിവേപ്പില
സോയ മസാല പൊട്ടറ്റോ ഇതിൻ്റെ എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. സോയ ആൾറെഡി വെന്തതാണ്, പൊട്ടറ്റോയും വെന്തതാണ്. അതുകൊണ്ട് കൂടുതൽ വെന്ത് പോകേണ്ട ആവശ്യമില്ല. വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. കിഴങ്ങും സോയയെല്ലാം നന്നായി പാകമായിട്ടുണ്ട്. വെള്ളം ഇത് മതിയാകും. ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് സോയ ഉണ്ടാക്കിയിരിക്കുന്നത്. വൈറ്റ് റൈസിൻ്റെ കൂടെയും എല്ലാ റൈസിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിനും മാച്ചാകുന്ന ഐറ്റമാണ്. നല്ലൊരു സോയ ഉരുളക്കിഴങ്ങ് മസാല റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കുമെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.